ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ടൈപ്സ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 2 വർഷം മുന്നേ ചെയ്തതാണ്. അന്ന് കാണാനൊന്നും അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വേണ്ടത്ര വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റീ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രോ കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല, ഫുൾ വീഡിയോ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, നീ ഇപ്പോൾ ഫ്രീ ആണോ? നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ കാര്യം? ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റായി. മ്യൂസിലിടൂ. നീ ഒന്ന് സ്റ്റോറി ഇടാമോ? എനിക്ക് എന്തായാലും ഇൻസ്റ്റയിൽ നല്ല ഫോളോവേഴ്സ് ഉള്ളല്ലേ, ഒന്ന് സ്റ്റോറി ഇടൂ. വീഡിയോ എന്നും വരുന്നു. എന്താടാ, നിന്റെ ഏക ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാന്. ഒന്ന് സ്റ്റോറി ഇടൂ. അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസും ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറിയും ഒക്കെ ഇടും. ഒന്ന് വൈറലാവട്ടെ. വൈറലായ നമുക്ക് തന്നെ അല്ലേ ഗുണം. അല്ല, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പൊ നിനക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ടാവൂലേ. സ്റ്റോറി ഇട്ടോ എടാ പ്ലീസ് മച്ച. അടിപൊളി വീഡിയോ, ഒരു കിടുക്കാച്ചി വീഡിയോ തന്നെയാണ്. ഹലോ എടാ, ഞാൻ നിന്നെ രാവിലെ പേഴ്സണലായിട്ട് എന്താണെന്നറിയോ ക്ലാസ്സിന് വിളിച്ച് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? എന്താണെന്നറിയോ, നമ്മൾ ആ ശ്രുതിനോട് നിനക്ക് എന്റെ ഒരു ക്രഷ് ഉണ്ടെന്ന് പറയണേട്ടു. വെറുതെ അതിന്റെ വായലൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ട. നല്ല ടൂറ്റും. നിനക്ക് അനുഭവം ഉണ്ടോ? ആ, ചെറുതായിട്ടൊക്കെ ഒരു അനുഭവം ഉണ്ടോണ്ട് തന്നെയാ പറയണത്. നിന്റെ ക്യാഷ് വെറുതെ പോകും. നീ വെറുതെ പോസ്റ്റ് അടിച്ച പോലെ നിൽക്കേണ്ടി വരും. കൂടിപ്പോയ 1 മാസം, അതിൽ കൂടൂല. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ നിന്നോട് പറയണേ. നീ അത് കേൾക്കണം. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയണേ നീ കേൾക്കണം. കേൾക്കില്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്തുണ്ട് കേട്ടോ ഒരു കാര്യമില്ല. നീ ഞാൻ പറയണേ കേൾക്കണം. ഓക്കെ? ഹലോ ആടാ, നീ എന്താ വിളിച്ചേ? നീ എന്റെയും ഗീതുവിന്റെയും കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? നീ എന്തിനാ അവനോട് പറഞ്ഞേ? നീ എന്തിനാ അവനോട് പറഞ്ഞേ? നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആരോടും പറയരുത് എന്ന് വെച്ച് അങ്ങ് പറയാ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞേ. അതിനിപ്പോ എന്താ, നമ്മളെല്ലാരും ഒരു ക്ലാസ്സിലല്ലേ, അപ്പൊ ഓനും കൂടെ അറിഞ്ഞിരിക്കട്ടെ. നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ? ആ, ഒരു 10-12 ആൾക്കാരോടും കൂടെ പറഞ്ഞിരിക്കണേ. എടാ ചതിയാ. എന്തായാലും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആരോടും പറയരുതെന്ന് എന്ന് വെച്ചങ്ങ് പറയാ. എന്നാലും നീ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരോടും പറയരുത്. എനിക്കൊന്നും പറയല്ലേ, ഞാൻ വെക്കില്ലേ. അതിന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആരോടും പറയരുതെന്ന്. നീ കറിയാണോ? എന്നോട് ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ സീറ്റ് പിടിച്ച ബസ്സില്. മിഥിലാജൊക്കെ വന്ന് എന്നോട് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയാണ് ഞാൻ അവരോട് വാദിച്ചത്. എന്നിട്ട് നീ എന്റെ സീറ്റിൽ ഇരിക്കാതെ വിനുവിന്റെ സീറ്റിൽ പോയിരുന്നില്ലേ? എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടോ. അത് മാത്രല്ല, ഇന്ന് ഉച്ചക്ക് നീ മിനുവിന് ഡയറി മിൽക്ക് കൊടുക്കണേ ഞാൻ കണ്ടതാണ്. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നീ എനിക്ക് ഡയറി മിൽക്ക് അറിയാതെ എന്തിനാണ് അവര് കൊടുക്കുന്നത്? എനിക്ക് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് ഞാൻ ഇത് ശ്രദ്ധിച്ചതാണ്. കരച്ചില് നിർത്തടാ, നീ തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്.